ഷെയ്ഡ് ചെയ്യുമ്പോൾ പല മെത്തേഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുക, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നില്ലേ? ഓക്കെ, ഉടനെ സൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ആദ്യമേ യെല്ലോ കളർ, ഇവിടെ നിന്ന് യെല്ലോയും ഇവിടെ നിന്ന് ഡാർക്ക് ഗ്രീൻ, ഇങ്ങനെ 3 കളറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെയാണ് വരേണ്ടത് നമുക്ക്. ആദ്യം യെല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക കളർ പുറത്ത് പോകാതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, ഉരുട്ടി ചെയ്യാം. ഓക്കെ, ഇവിടെ നല്ല പ്രഷർ പിടിക്കുമ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രഷറിൽ ചെയ്യാൻ പറ്റും. നല്ല ഡാർക്കായിട്ട് ചെയ്യുന്നത് കളർ, നല്ല കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ പകുതി കൂടുതൽ ഞാൻ ഈ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. കുറച്ച് കയറ്റി കൊടുത്തത് കാരണം ഞാനത് ബ്ലെൻഡിങ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കയറ്റി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഉരച്ച് ഇങ്ങനെ ചെയ്യാം. ഇനി ഞാൻ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ്. അതെടുത്തിട്ട് വീണ്ടും ഇവിടെ ഈ ഏരിയയിൽ നല്ല ഡാർക്കായിരിക്കും, അപ്പോൾ നല്ല പ്രഷർ ചെയ്യണം. കണ്ട ഇവിടെയൊക്കെ നല്ല ഡാർക്കായിട്ട് ഞാൻ നല്ല പ്രഷറിൽ ചെയ്തിട്ട് വിട്ടിട്ട് ഇതുപോലെ ചെയ്യാം. ഇനി അങ്ങോട്ട് കയറുമ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ യെല്ലോ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ നന്നായിട്ട് കുറയ്ക്കണം. ഒന്ന് പ്രഷർ നമ്മൾ ദൂരെ പിടിച്ചാലും മതി. ദൂരെ പിടിച്ചെന്ന് പറഞ്ഞാൽ ആവത്തിന് വളരെ ലൈറ്റ് പ്രഷറായിട്ട് കിട്ടും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പ്രഷർ കൊടുക്കണം, പക്ഷേ വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. കാരണം അതിനായിട്ട് ബ്ലെൻഡായിട്ട് പോകാൻ വേണ്ടി വളരെ ലൈറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുത്താൽ മതി കളർ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ പതുക്കെ. ഇനി കുറച്ചുകൂടെ ഏരിയ വേണമെങ്കിൽ ഞാനിത് പ്രഷർ കുറച്ച് അതിനകത്ത് ബ്ലെൻഡായി വരുന്നതാണെങ്കിൽ നമുക്കിതിങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും വേണ്ട, നമ്മൾ പ്രഷർ നന്നായിട്ടങ്ങ് കുറച്ചാൽ മതി. ഉണ്ട്, ഇതുമായിട്ടങ്ങ് ബ്ലെൻഡാകും. ഓക്കെ, എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അടിയിൽ വീണ്ടും നല്ല ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ നല്ല പ്രഷർ കൊടുത്തിട്ട് നല്ല പ്രഷർ കൊടുത്തിട്ട് ലൈറ്റായിട്ട്. ഓക്കെ, ഇനി എനിക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് ബ്ലെൻഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിലോട്ട് ഇങ്ങനെ പ്രഷർ വളരെ ലൈറ്റായിട്ട് കൊടുക്കും. ലൈറ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആ യെല്ലോയുടെ ഈ ഗ്രീൻ ബ്ലെൻഡായിട്ട് കണ്ട, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് വരുന്നുണ്ട്. മുകളിൽ എല്ലാം മതി, പക്ഷേ കുറച്ച് ഏരിയയും കൂടെ വേണമെന്നുകൊണ്ടാണ് ഞാൻ പ്രഷർ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പെൻസിൽ പിടിച്ചിരിക്കുമ്പോൾ കുറച്ച് ദൂരമായിരിക്കും പിടിച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്കായിരിക്കും. ഒത്തിരി ഇങ്ങനെയാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രഷർ കുറയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ചെയ്യാം. ഉരുട്ടിന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കറക്കി ചെയ്യാം. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് അവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് എടുത്തിട്ട് ചെയ്യാം. ബ്ലാക്ക് അതിൻ്റെ പുറത്തൂടെ പക്ഷേ പ്രഷർ കുറച്ചൊന്നും ആക്കി കൊടുത്തേക്കണം. ഒരുപാട് പ്രഷർ ആക്കി കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് ആയി പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രീന് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൂടെ പതുക്കെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഗ്രീൻ എടുക്കുക, പത്തിക്കൂടെ ഒരു ഡാർക്കായിട്ട് തോന്നുമായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കളർ പെൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനൊരു സിമ്പിളായിട്ടൊരു കാർട്ടൂൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഇതിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ 2H പെൻസിലാണ്. ഓക്കെ, 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ്
ഇങ്ങനെ ലൈറ്റായിട്ട് വരയ്ക്കണം. നമ്മൾ കൺസ്ട്രക്ഷൻ പോലെ അതായത് ഇല്ലാതെ കൺസ്ട്രക്ഷൻ ഉണ്ടാകും, പക്ഷേ ഞാനത് ലൈറ്റായിട്ട് വരയ്ക്കുകയാണ്. ഷൂ വരയ്ക്കും. വേണ്ട നമുക്ക് കൈ വേണം അല്ലേ. ഇപ്പോൾ അത് സിമ്പിളായിട്ടൊരു ഡ്രോയിങ് ആണ്. ഓക്കെ, ഇപ്പം ഡ്രോയിങ്ങിൻ്റെ റഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റഫ് സ്കെച്ച് ഉണ്ട്, വളരെ ലൈറ്റായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ഫുള്ളായിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വരയ്ക്കുന്നത് നമ്മൾ ഫുള്ളായിട്ട് വരച്ചിട്ടായിരിക്കും ഡ്രോയിങ് കൺസ്ട്രക്ഷൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാലുടനെ ഞാനിപ്പോൾ 6 ലൈൻ്റെ പേന എടുക്കാം. 6 ലൈൻ്റെത് ഇപ്പം 0.5 എടുത്ത്, ഓക്കെ 0.5 എടുത്തിട്ട് അത് വരച്ച് നോക്കാം. പോയിൻറ്റ് 5 എനിക്ക് തോന്നുന്നു 8 ആയിരിക്കും നല്ലത്. 0.5 ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തിക്നെസ് കുറഞ്ഞ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം 0.8 എടുക്കും. ഓക്കെ, കാരണം അപ്പോൾ അവരുടെ തിക്നെസ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് മാറ്റി ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 8 ഉപയോഗിച്ചിട്ട് വരച്ച് നോക്കാം. അത് കണ്ണിപ്പോൾ തിന്നായിട്ടിരിക്കുന്നു, ഞാൻ 8 ഉപയോഗിച്ച് അത് ഒന്നും കൂടി ഇടാറുണ്ട്. അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡ്രോയിങ് വരച്ച് ഇപ്പം ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ അത് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇത് ഇറേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പെൻസിലിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇത് കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിനുശേഷം ഞാനിത് ഇറേസ് ചെയ്യും. പെൻസിലിൻ്റെ ലെൻസിൽ ഇതുപോലെ ഇറേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനത് കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഈ ഒരു അറ്റത്ത് മാത്രം ഡാർക്ക് മതി അല്ലേ. ഇവിടെ നിന്നാണ് സൂര്യൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ഇവിടെ ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റ് വേണമെന്നടുത്ത് നമുക്ക് പേപ്പർ വെയിറ്റ്, അതായത് അത്രയും ഭാഗം നമ്മൾ കളർ ചെയ്തില്ല, അതിൻ്റെ പേപ്പർ വെയിറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഞാൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ പേപ്പർ വെയിറ്റ് എന്ന് പറയണ്ട. പെയിൻറ്റ് ചെയ്യുമ്പോൾ സാധനം വാട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ബാക്കി ഏരിയകളെല്ലാം ഞാൻ കളർ ചെയ്യണം. ഇത്രയും ഭാഗം വിട്ടിട്ട് ബാക്കി ഏരിയയിൽ കളർ ചെയ്യും. ഓക്കെ, ഇത്രയും ഞാൻ കളർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് വേണം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ബ്രൗണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡാർക്ക് കളർ എടുക്കണം. ബ്രൗൺ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത്രയും ഏരിയ നോക്കി അവിടെ പ്രഷർ കൊടുത്തിട്ട് ഇനി നേരത്തെ പറഞ്ഞ മെത്തേഡ് ഞാനത് പ്രഷർ കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ബ്ലെൻഡാകും. ഇവിടെ വരുമ്പോൾ നല്ല പ്രഷർ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രഷർ കുറയ്ക്കും, അപ്പോഴത്തേക്ക് ബ്ലെൻഡാകും. നല്ല പ്രഷർ കൊടുക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ പ്രഷർ കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, ഇതുപോലെ നമുക്ക്
കളർ ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിലും നല്ല പ്രഷറുകൾ കൊടുക്കുക. ഏറ്റവും വരുമ്പോൾ പ്രഷർ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമുക്ക് കളർ ചെയ്യാം. വരുമ്പോൾ ഒട്ടും പ്രഷർ വേണ്ടാവും. ഇനി അടുത്ത കളർ നീല ഡ്രസ് ഉണ്ട്. അപ്പോൾ അവിടെയും വേണമെങ്കിൽ പേപ്പറിൻ്റെ ഒരു കളർ ഇവിടെ കൊടുത്തിരിക്കണം. എന്നിട്ട് ഇത് ഉരുട്ടി കൊണ്ടുവരും. ഉരുട്ടെന്ന് വെച്ചാൽ പെൻസിലിട്ട് ഇങ്ങനെ ഉരുട്ടി കാണുന്നതല്ല, എൻ്റെ അറ്റത്ത് ഇങ്ങനെ അതുപോലെ ഉരുട്ടിട്ടുണ്ട്. ഒരു വരയും വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ളത് ലൈറ്റ് അടിക്കുന്നതിനൊക്കെ ഇവിടെ കുറച്ചുകൂടെ ഡാർക്ക് കാണാം. ഡാർക്കാക്കാൻ വേണ്ടി എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കളർ ഇല്ല. കളർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ഇല്ലേ പത്രക്കാതെ. അപ്പോൾ ഞാനത് ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടായി കൊടുക്കും. അപ്പോൾ അതിന് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരും. ഒരുപാടായി കൊടുക്കുക, അങ്ങനെ കരിയണ കൈ വരും. എന്നിട്ട് വീണ്ടും അത് കടത്തിടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും, ഡാർക്ക് ഷെയ്ഡ് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം കളറൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കളർ കൊടുക്കാം. ഇവിടെ നമുക്ക് ബ്ലെൻഡിങ് വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് നമുക്ക് ഇവിടെ ചെടി കൊണ്ട് ഉപയോഗിക്കും, മരങ്ങളൊക്കെ പറയും. അപ്പോൾ വേറൊന്നുമില്ല, 3 കളറും റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അന്ന് നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. അത് കുറച്ച് ഏരിയ നമുക്ക് യെല്ലോ ആണ്. അപ്പോൾ അവിടെ ഫുള്ള് യെല്ലോ അടിക്കും. ഇതിൻ്റെ മുകളിലത്തെ എല്ലിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ നമ്മുടെ കുറച്ച് ദൂരം വെച്ച് പിടിച്ചു കൊടുത്താൽ പതുക്കെ പ്രഷർ കുറഞ്ഞിട്ട് നമുക്കിതിൽ അതിൻ്റെ മുകളിലോട്ട് പ്രഷർ കുറച്ച് കയറ്റാം. പ്രഷർ കുറച്ച് അതിലൂടെ മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ കയറ്റും. കൊണ്ടുവരുമ്പോൾ പ്രഷർ നന്നായിട്ട് കുറയ്ക്കണം. മുകളിലോട്ട് ടൈലിലോട്ട് കയറ്റുമ്പോൾ പ്രഷർ നന്നായിട്ട് കുറച്ചിട്ട് കയറ്റണം, എങ്കിലേ ബ്ലെൻഡ് ആകത്തുള്ളൂ. ഇവിടെ നല്ല പ്രഷർ ഉണ്ട്. ഇങ്ങനെ പിടിക്കാം. നല്ല പ്രഷർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കളർ ചെയ്യുന്നതും കളർ പെൻസിൽ ഉപയോഗിക്കുന്നതും അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ഇതുപോലെ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. ഓക്കെ.